ഹായ് ഓൾ, വെൽക്കം ടു പ്രൊജക്ട് പ്ലാനിംഗ് ഹബ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഇത് അഞ്ജലി എൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഇന്ന് ഒരു എക്സാം എഴുതി, PMI RMB റിസ്ക് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ. അതിന് എക്സാം എഴുതിയിട്ട് കിട്ടി, പാസ്സായി. അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഇനി എഴുതാൻ പോകുന്നവർക്ക് പ്രയോജനപ്പെടാം, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യണം. അതാണ് ഈ ഒരു വീഡിയോയുടെ പർപ്പസ്. ഫസ്റ്റ് ഓഫ് ഓൾ, PMI സർട്ടിഫിക്കേഷനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. PMI എന്ന് പറയുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എൻ്റെ ഒരു ഇത് വരുന്നത്. PMI.org അതാണ് അവരുടെ വെബ്സൈറ്റ്. ഈ പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് അത്. മിക്കവരും ഈ ഒരു ഫീൽഡിലുള്ള കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെന്റ് ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും. PMB എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്, ഭയങ്കര ഫേമസ് ആണ്, മിക്കവരും എഴുതുന്നതാണത്. സോ അത് ഇവരാണ് കണ്ടക്ട് ചെയ്യുന്നത്. അവർ PMB കൂടാതെ വേറെ കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള. അതിലൊന്നാണ് ഈ PMI RMB. എനിക്ക് വേറൊരു സർട്ടിഫിക്കേഷൻ ഓൾറെഡി ഉണ്ട്, PMI SP എന്ന് പറഞ്ഞിട്ട്. അത് ഷെഡ്യൂളിംഗ് പ്രൊഫഷണൽ പ്ലാനിംഗ് എഞ്ചിനീയേഴ്സിന് എടുക്കാവുന്ന ഒന്നാണ്. പിന്നെ അഞ്ജലി നേരത്തെ PMB എടുത്തിട്ടുണ്ട്. സോ അവർക്ക് PMBയും ഇപ്പോൾ PMI RMB ആയി. എനിക്ക് PMI SPയും RMB ആയി ഇപ്പോൾ 2 സർട്ടിഫിക്കേഷൻ. ഇനിയിപ്പോൾ PMBക്ക് കുറേ വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നു, അതിങ്ങനെ സ്കിപ്പായി പോവാണ്. ഇനിയിപ്പോൾ ഈ ഒരു മൂഡിൽ എഴുതണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, നോക്കാം. സോ അപ്പോൾ ഇതൊക്കെയാണ് സർട്ടിഫിക്കേഷൻ്റെ ഇത്. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൻ്റെ കൂടെ ഈ ഒരു വാല് പോലെ ഇത് ചേർക്കാം. ഇപ്പം PMI RMB ആണ്, PMI RMB എന്ന് ചേർക്കാം. PMB ആണെങ്കിൽ PMB എന്ന് ചേർക്കാം. 3 വർഷമാണ് നമുക്ക് ചേർക്കാൻ പറ്റുക. 3 വർഷത്തിന് ശേഷം ഇതിൻ്റെ ഒരു നമുക്ക് ആ ചേർക്കാവുന്ന പീരീഡ് പോവും. അപ്പോൾ വീണ്ടും റിന്യൂ ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഗുണം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ജോബ്, ഒന്നാമത് നോളജ്, ഫസ്റ്റ് നമുക്ക് ഒരു പ്രാക്ടിക്കൽ ബേസിൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പം നടക്കുന്ന പ്രൊജക്റ്റിലൊക്കെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നുള്ള കാര്യങ്ങൾ. പിന്നെ ജോബിനൊക്കെ അപ്ലൈ ചെയ്യാൻ നേരം നല്ലതാണ് ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻ ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ സർട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 ക്രൈറ്റീരിയാസ് ആണ്. മെയിനായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വേണം. ഓരോ സർട്ടിഫിക്കറ്റിന് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അവേഴ്സിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, PMI.org. അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഓരോ സർട്ടിഫിക്കേഷനും വേണ്ടിയിട്ടുള്ള അവേഴ്സ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് അത്രയും എക്സ്പീരിയൻസ് അവേഴ്സ് മാച്ച് ആവണം. അതിന് നമ്മൾ അത് ഒന്ന്. പിന്നെ രണ്ടാമത്തത് PDUs, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് യൂണിറ്റ്, അതായത് പോയിന്റ്സ് പോലുള്ളൊരു സംഭവമാണ്. നമ്മൾ PMI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ പ്രൊവൈഡറിൽ നിന്നും ഒരു ഇത്ര മണിക്കൂർ പഠിച്ചു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് എടുക്കണം. അപ്പോൾ ഓരോ സർട്ടിഫിക്കറ്റിനും ഒരു ഇത്ര PDUs, ഇതിനിപ്പോൾ എത്ര PDUs വേണമായിരുന്നു RMBക്ക്? 30 ആണെന്ന് തോന്നി ഇതിന് വേണ്ടത്. അപ്പോൾ അത്രയും പോയിന്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കണം. അതിപ്പോൾ നമ്മൾ Udemy നോക്കി എവിടെയെങ്കിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ വേണ്ടത് എഡ്യൂക്കേഷൻ. നമുക്ക് ഒന്നുകിൽ പറയണം BTech എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷനോ ഡിപ്ലോമയോ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. ഇത് 3 റിക്വയർമെന്റ് ആയിട്ടുള്ളത്. ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അവരൊരു ഒരാഴ്ചക്കുള്ളിൽ അത് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് മെയിൽ ചെയ്യും. ഇതിലൊക്കെ ഡയറക്റ്റ് ആയിട്ടോ, നമുക്ക് ഡയറക്റ്റ് PMI.org കയറാം, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം, വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല. വൺസ് നമുക്ക് അപ്രൂവൽ മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ ഫീസ് പേയ്മെന്റ് അപ്ലൈ ചെയ്ത് ഒരു 4 ദിവസം എടുക്കും, 1 വീക്കിനുള്ളിൽ വരും. അപ്പോൾ കിട്ടുമല്ലോ എന്നുള്ളത്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫീസ് പേയ്മെന്റ്, പിന്നെ എക്സാം ഷെഡ്യൂളിംഗ് എല്ലാം ചെയ്യാൻ പറ്റും. ഫീസ് പേയ്മെന്റ് ഇച്ചിരി ഫീസ് മാത്രമായിട്ട് ഇച്ചിരി ഏകദേശം ഒരു $500 അടുത്തൊക്കെ വരും. അത് ഓരോ സർട്ടിഫിക്കേഷനും ഡിഫറെന്റ് ആണ്. അത് ആ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിലത്തെ ഫീസ് എത്ര എന്നുള്ളത്. അപ്പോൾ ഇത്രയായി നമ്മൾ ഫീസ് പേയ്മെന്റ് ചെയ്ത് ഷെഡ്യൂൾ കഴിഞ്ഞാൽ പിന്നെ എക്സാം ആയി, പിന്നെ പോയി എഴുതുക, എവിടെയെങ്കിലും പഠിക്കുക, പോയി എഴുതുക എന്നുള്ളതാണ്. ഇതാണ് ജനറൽ ആയിട്ടുള്ള പ്രോസസ്സ്. അതിനുശേഷം എക്സാം എഴുതുക. എക്സാം എഴുതിയതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ജയിച്ചോ തോറ്റോ എന്നുള്ളത്. പിന്നെ ഇതിന്റെ മെയിൻ സർട്ടിഫിക്കറ്റ് വരാൻ കുറച്ച് സമയം എടുക്കും. നമുക്ക് ഇപ്പോൾ ഹാർഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. നിനക്ക് ഹാർഡ് കോപ്പി കിട്ടില്ലല്ലോ. PMBക്ക് നമുക്ക് ഹാർഡ് കോപ്പി കിട്ടിയിട്ടില്ല. സോ ഹാർഡ് കോപ്പി നേരത്തെയൊക്കെ എനിക്കൊക്കെ PMI SPയുടെ അതുപോലെ PMB നേരത്തെ എഴുതുന്നവർക്കും കിട്ടിയിട്ടുണ്ട് ഹാർഡ് കോപ്പി. ഇപ്പം ഹാർഡ് കോപ്പി നിർത്തിയെന്നാണ് തോന്നുന്നത്. അവർ സോഫ്റ്റ് കോപ്പി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ അപ്ലോഡ് ആവും, നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ PMI.org നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്ന്. പിന്നെ അപ്പോൾ തൊട്ട് നമുക്ക് ഇത് കിട്ടുന്നിടം തൊട്ട് നമുക്ക് നമ്മുടെ ലിങ്ക്ഡിനിലും നമ്മുടെ റെസ്യൂമിലൊക്കെ നമ്മുടെ പേരിന്റെ കൂടെ ഇത് ചേർക്കാം. പിന്നെ 3 വർഷം കഴിയുമ്പോഴത്തേന് ഇത് എക്സ്പയർ ആവും. അപ്പോൾ വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിന്യൂവൽ ഫീസ് ഉണ്ട്. പിന്നെ നമ്മളൊരു ഇത്ര PDUs കൂടെ ഏൺ ചെയ്യണം. അത് ആ ടൈമിൽ ഏതെങ്കിലും ഒരു കോഴ്സ് പോയി പഠിക്കുക. ആ റിന്യൂവലിന് എത്ര പോയിന്റ് ആണോ വേണ്ട അതിൻ്റെ ഒരു കോഴ്സ്
പോയി പഠിക്കുക. അത് നമ്മൾ ഇതിൻ്റെ റിന്യൂവൽ പ്രോസസ്സിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് വീണ്ടും ഒരു സർട്ടിഫിക്കറ്റ് അവർ അയച്ചു തരും. സെയിം നമ്പർ തന്നെ തോന്നുന്നു അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതോ വേറെ നമ്പറാണ്, അത് ഓർമ്മയില്ല. എനിവേ വീണ്ടും ഒരു 3 വർഷത്തേക്ക് റിന്യൂ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരും. പക്ഷെ അതിനകത്ത് ആ നമ്പർ ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് നമ്പർ ചേഞ്ച് ആവുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ PMI SP തന്നെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ എടുത്തതാണ്. അതെല്ലാം 3 വർഷം കൂടുമ്പോൾ ഞാൻ ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ നമ്പർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അത് ഓർമ്മയില്ല. അതൊക്കെ ജസ്റ്റ് കയറിയിട്ട് ആ ടൈമിൽ നോക്കിയാൽ കിട്ടും. എന്തായാലും ഇതാണ് ഒരു ഓവറോൾ സംഭവം. ഇനി ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഈ റിസ്ക് മാനേജ്മെന്റ് ഞങ്ങൾ പഠിച്ചത് രീതികളൊക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ നേരം നമ്മൾ ഈ PMI.org മെമ്പർ ആകണം. മെമ്പർ ആകുമ്പോൾ നമുക്ക് ആക്ച്വലി അങ്ങനെ മെമ്പർ ആവുന്നതാണ് നല്ലത്. കാരണം ഫീസിന് കുറച്ച് ഡിഡക്ഷനൊക്കെ വരും. ഡയറക്റ്റ് നോൺ മെമ്പർ അപ്ലൈ ചെയ്യുന്നതും മെമ്പർ അപ്ലൈ ചെയ്യുന്നതും തമ്മിൽ ഫീസിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ആദ്യം മെമ്പർ ആവാൻ നേരം നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ മെയിനായിട്ട് ഇപ്പം റിസ്ക് മാനേജ്മെന്റിന് റിസ്ക് മാനേജ്മെന്റ് പ്രൊഫഷണൽ എന്തോ പേര്, അങ്ങനെ ഒരു ബുക്ക് കിട്ടും ഡൗൺലോഡ് ചെയ്യാൻ. അത് മാത്രം ആക്ച്വലി പഠിച്ചാൽ മതി. അത് തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. അതൊരു ഗൈഡാണ്, അതിൽ നിന്ന് മാത്രമല്ല വരുന്നത്, പുറത്തുനിന്നും വരും. അപ്പം ഞങ്ങൾ റെഫർ ചെയ്തത് ഒന്ന് ആ ഒരു PDF PMIയിൽ നിന്ന് കിട്ടിയ ആ ഒരു PDF-ഉം പിന്നെ എഡ്യൂ ഹബ് സ്പോട്ട് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് അഞ്ജലി PMBക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന അവരുടെ തന്നെ ഒരു മെറ്റീരിയൽ. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം RMBക്ക് അവരുടെ തന്നെ മെറ്റീരിയൽ എടുത്തു, എഡ്യൂ ഹബ് സ്പോട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വരുണാനന്ദ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ട്രെയിനിങ് ആണ്. അപ്പോൾ അതാണ് ഞങ്ങൾ എടുത്തത് മെയിനായിട്ട്. പിന്നെ അതുകൂടാതെ വേറൊന്നും കൂടെ എലൈറ്റ് മൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എലൈറ്റ് മൈൻഡ് ഒരുപാടൊക്കെ റെഫർ ചെയ്തില്ല. മെയിനായിട്ട് ഞങ്ങൾ മൊത്തം നോക്കിയത് ഈ വരുണാനന്ദിനാണ്. അപ്പം ഞങ്ങളുടെ പഠിത്ത രീതി വരുണാനന്ദിന്റെ മെറ്റീരിയൽസും ഫുള്ളും, അതും ഞങ്ങൾ മെറ്റീരിയൽസ് അല്ല, ഞങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തുള്ളൂ. മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ സിമുലേറ്റർ മാത്രം, അതും പിന്നെ മറ്റേ PDF-ഉം. അത് രണ്ടും നല്ല രീതിയിൽ മൊത്തം നോക്കിയിരുന്നിട്ട് അത് രണ്ടുമാണ് ഞങ്ങൾ നല്ലോണം നോക്കിയത്. പിന്നെ ഒരാളൂടെ ഉണ്ടായ കാരണം കമ്പൈൻ സ്റ്റഡിക്ക് എളുപ്പമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. പിന്നെ നല്ല രീതിയിൽ പഠിച്ചത് എക്സാമിന്റെ തലേന്ന് ഒരു 2 ദിവസം. അത് പണ്ട് തൊട്ടേ എഞ്ചിനീയറിംഗ് ടൈം തൊട്ടേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ എക്സാമിന്റെ തലേന്നുള്ള പഠനമായിരുന്നു കൂടുതൽ. എന്നാലും നേരത്തെ നോക്കി തുടങ്ങി, കുറച്ച് ടൈം എടുത്തു. എന്നാലും എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ മതി ഇതൊന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരാഴ്ച മുന്നേ തുടങ്ങി, ബട്ട് ചെറുതായിട്ട് പക്ഷെ നല്ല രീതിയിൽ കഴിഞ്ഞൊരു 2 ദിവസം ആണ് പഠിച്ചത്. എല്ലാം മൾട്ടി ചോയ്സ് ആണ്. അതിന്റെ തെറ്റുത്തരം വരുമ്പോൾ നമുക്ക് അതിന്റെ ആൻസർ കറക്റ്റും അതിന്റെ എക്സ്പ്ലനേഷനും കൊടുക്കും. അപ്പൊ നമുക്ക് പഠിക്കാം. ഈ സിമുലേറ്ററിൽ ഈ വരുണാനന്ദൻ ഈ എഡ്യൂ ഹോസ്പിറ്റലുള്ള അതിനകത്ത് അപ്പൊ നമുക്ക് ഓരോ എക്സാം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആൻസർ നോക്കി അങ്ങനെ പോകാം. എന്തായാലും ഞങ്ങൾ അങ്ങനെ റെഫർ ചെയ്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മൊത്തം കോൺഫിഡന്റ് ആയിരുന്നില്ല, എന്നാലും ഒരുവിധം എല്ലാം ഒക്കെ ഒന്ന് ടച്ച് ചെയ്തു. അതിനുശേഷം വന്നിട്ട് ഇപ്പൊ രാവിലെ ആയിരുന്നു ഇവിടെ പോയി. അതുകൊണ്ട് ഡേറ്റ് പിന്നെ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ എക്സാം എഴുതുമ്പോൾ എല്ലായിടത്തും പറയേണ്ട കാര്യം, ഈവൻ PMB എഴുതുമ്പോഴും അതായിരുന്നു അവസ്ഥ. ആദ്യമേ നമ്മൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ആദ്യമേ പഠിച്ചു തുടങ്ങിയിട്ട് എല്ലാം നമ്മൾ ഓക്കെ ആകുമ്പോൾ എക്സാം എഴുതാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാം എഴുതാനേ പോകുന്നില്ല. കാരണം ഞാൻ PMB എഴുതാൻ വേണ്ടി വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തോണ്ടായി പോകും. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് PDFs ഒപ്പിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നേരെ ഡേറ്റ് അങ്ങ് എടുത്തോണം. പിന്നെ ബാക്കി വരുന്നത് വരട്ടെന്ന് വരിക. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പോകുമ്പോൾ പിന്നെ ഒരു അയ്യോ ചെയ്യണം എന്നുള്ളൊരു ഇത് വരും. അപ്പൊ എക്സാം ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ ഒരു ഇതാവും. പിന്നെ പോയി എഴുതാന്നുള്ളത്. തോറ്റാലും വീണ്ടും ഒന്നുകൂടെ ഇതിന് റീ എക്സാം ഫീസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് മാറ്റി വെക്കാൻ അതിനൊരു $80 മറ്റോ ആണ്. അത് ഓരോ ടൈമിൽ ഓരോന്നായിരിക്കും. നമ്മൾ ചെയ്യുന്ന ടൈമിൽ 48 അവേഴ്സിനുള്ളിൽ റീഷെഡ്യൂൾ ചെയ്യണം. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ എക്സാം ഒന്ന് റീഷെഡ്യൂൾ ചെയ്താലോ എന്നൊരു ആലോചനയോടെ ഞങ്ങൾ പോയി വെബ്സൈറ്റ് നോക്കിയപ്പോഴത്തേന് 48 അവേഴ്സ് കഴിഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് പിന്നെ തകർത്ത് പഠിച്ച് വന്ന് എഴുതി. പിന്നെ ഇവിടെ എക്സാം സെന്ററിൽ വന്നപ്പോഴത്തേന് അവര് ആദ്യമേ എൻട്രി, അത് ഓരോ സ്ഥലത്ത്, ഇപ്പൊ ഞങ്ങൾ ടൊറന്റോയിലാണ് കാനഡ. അപ്പോൾ ഇവിടെ എക്സാം സെന്ററിലാണ്. അപ്പോൾ വരുമ്പോഴത്തേന് അവർ ആദ്യമേ കുറച്ച് എഗ്രിമെന്റ് ഒക്കെ തരും. അതൊക്കെ വായിച്ചു നോക്കി സൈൻ ഇടുക. നമ്മുടെ ID പ്രൂഫ്, ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഗവൺമെന്റ് വാലിഡ് കൊടുക്കുക. പിന്നെ നമ്മുടെ സാധനങ്ങൾ അവരുടെ ലോക്കറിൽ വെച്ചിട്ട് താക്കോല് തരും. പിന്നെ നമുക്ക് വെള്ളവും കഴിക്കാനൊക്കെ ജാക്കറ്റോ നമ്മുടെ കയ്യിൽ ഒന്നും ഈവൻ എല്ലാം ഊരി വെക്കാൻ പറയും. പിന്നെ നമ്മുടെ വെള്ളം ഫുഡ് ഉണ്ടെങ്കിൽ അവിടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവെക്കും. ഇതിന് നമ്മുടെ എക്സാം അനുസരിച്ച് നമുക്ക് ബ്രേക്ക് കാണും. ഇപ്പം RMB എക്സാമിന് ഒരു 10 മിനിറ്റുള്ള ഒരു ബ്രേക്ക് ആണ്. ഏകദേശം ഒരു 59 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴും പറ്റും. മൊത്തം 115 ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സാമിന്, മൾട്ടിപ്പിൾ ചോയ്സ്. അതിൽ 59 എക്സാം ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേന് ഒരു ബ്രേക്ക്, 10 മിനിറ്റിന്റെ ഒരു ബ്രേക്ക്. നമുക്ക് ഓപ്ഷനിലാണ്, എടുക്കാം. അപ്പൊ ആ ടൈമിൽ
അതെ, ഒന്ന് റിലാക്സ് ഒന്ന് ആവും. റിലാക്സ് ആ ടൈമിൽ പോയെങ്കിൽ വെള്ളം കുടിക്കാൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കുമ്പോൾ ടോയ്ലറ്റിലോ വാഷ്റൂമിൽ പോവാം, ചെയ്യാം. ഇപ്പൊ PMBക്ക് ആയിരുന്നെങ്കിൽ 2 2 ബ്രേക്ക് ഉണ്ട്. കാരണം അത് 3 സെറ്റ് ആയിട്ടുള്ളത് കൊണ്ടും കുറച്ചുകൂടി ടൈം ഉള്ളത്. ഇത് 150 ഇതിപ്പോ മിനിറ്റ് ആണ്. 150 മിനിറ്റിൽ 115 ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ PMBക്ക് ഞാൻ ഓർക്കുന്നില്ല. PMBക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ കുറച്ചുകൂടെ കുറച്ചും കൂടെ 4.5 മണിക്കൂറിന്റെ എക്സാം, 4.5 മണിക്കൂർ. സോ പിന്നെ ഇതില് നമ്മള് എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. സ്ക്രീനിൽ ആക്ച്വലി പലപ്പോഴും ഇപ്പം എവളുടെ കേസിൽ എവള് പലതും അതിൽ യൂസ് ചെയ്യാൻ കോൺഫിഡന്റ് അല്ല. നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റർ കാണും. കാൽക്കുലേറ്റർ എന്ന് പറയുമ്പോൾ മറ്റുള്ള സയന്റിഫിക് കാൽക്കുലേറ്റർ പോലെ ബ്രാക്കറ്റ് കൊടുത്തുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ അത് കാര്യം ഇപ്പൊ ഞങ്ങൾ PMB RMBക്ക് ഇച്ചിരി നീളമുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം 2 എണ്ണം തമ്മിൽ പ്ലസ് മൾട്ടിപ്ലൈ ചെയ്ത് വീണ്ടും ഒരു പ്ലസ് ചെയ്ത് വീണ്ടും അതിന്റെ ഇങ്ങനെ നീളത്തിൽ വരുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് കൊടുത്താണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ അല്ല, സിമ്പിൾ കാൽക്കുലേറ്റർ വരുന്നത് സ്ക്രീനിൽ. അപ്പൊ എന്താ സംഭവിച്ചാൽ ഒന്നുകിൽ നമ്മുടെ ടേബിളിൽ ഒരു പേനയും എഴുതാനുള്ള സംഭവം കൊണ്ട് അത് എനിക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു. അത് എവള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞങ്ങളുടെ സംഭവം ഇട്ടിട്ടുണ്ട്. നമുക്കൊരു എല്ലാ സെന്റേഴ്സിലും അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ നമുക്കൊരു ഇറേസിംഗ് പാഡ് ഉണ്ട്, ഒരു പേനയും കാണാം. പേന അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അതിന്റെ താഴെ ഇരിക്കുന്ന സാധനം അതാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി PMB എഴുതിയപ്പോ എനിക്കത് അറിയത്തില്ലായിരുന്നു. PMB ക്വസ്റ്റ്യൻസ് മൊത്തം എഴുതി കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ പിന്നെ PMBക്ക് എനിക്ക് ഇതില്ലായിരുന്നു, പ്രോബ്ലമാറ്റിക് ഇല്ലായിരുന്നു. ഞാൻ എഴുന്നേക്കാൻ നേരത്തെ ഇത് എന്താ ഞാൻ വെച്ചാൽ എന്തെങ്കിലും നോട്ടീസ് വെച്ചേക്കായിരിക്കും. ഞാൻ എന്റെ പുറത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ ഇത് ഇറേസബിൾ നോട്ട് പാഡ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ തന്നെ നമുക്ക് നോട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ക്രീനിൽ ആക്ച്വലി കുറെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ മുകളിൽ നോട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, ക്വസ്റ്റ്യൻ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഫ്ലാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻസ് സ്ട്രൈക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ഫ്ലാഗ് ചെയ്യും, സ്ട്രൈക്ക് അല്ല ക്വസ്റ്റ്യൻസ് സ്ട്രൈക്ക് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എനിവേ സ്ട്രൈക്ക് ഔട്ടിന്റെ ഓപ്ഷൻ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ നോക്കാൻ നേരം നമുക്ക് ഒറ്റ നോട്ടത്തിൽ എലിമിനേറ്റ് ചെയ്യാനുള്ള ഇത് വരുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിടാം. വിഷ്വലി നമുക്ക് അറിയാം ഓക്കെ അത് പോയി അങ്ങനെയുള്ളത്. എന്നിട്ട് ഫ്ലാഗും ചെയ്യാം. ഞാനിതിൽ നല്ല രീതിയിൽ ഈ നോട്ടിന്റെ ഓപ്ഷൻ മെയിൻ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ, മീൻ ആദ്യത്തെ 2 എണ്ണം ഇൻറ്റു ചെയ്തിട്ട് അവിടെ എഴുതി, പിന്നെ പോയി അത് മാച്ച് വീണ്ടും 2 എണ്ണം ഇൻറ്റു ചെയ്ത് അത് എഴുതി, പിന്നെ അത് നോക്കി കൂട്ടി അതിന് വേണ്ടിയിട്ട്. പിന്നെ സ്ട്രൈക്ക് ഔട്ട് ഞാൻ നല്ല രീതി യൂസ് ചെയ്തു. ഓരോ ക്വസ്റ്റ്യൻ വായിക്കാൻ നേരം എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നത് നല്ല രീതി കോൺഫിഡൻ്റ് ഉള്ള ഉത്തരം അപ്പോൾ തന്നെ അയച്ചിട്ട്, അല്ലാതെ കുറച്ച് നോക്കിയിരിക്കുന്ന സാധനം ആദ്യമേ സ്ട്രൈക്ക് ഔട്ട് എലിമിനേറ്റ് ചെയ്യാനുള്ള സാധനം ഞാൻ സ്ട്രൈക്ക് ചെയ്യും, എന്നിട്ട് നോക്കും. ഈ സ്ട്രൈക്ക് ചെയ്തിട്ടും ചില കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഫ്ലാഗ് ചെയ്യും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എക്സാം കഴിയുമ്പോൾ നോക്കാന്നുള്ള രീതിയിൽ. പിന്നെ ഫ്ലാഗിങ് ഓപ്ഷൻ 2 രീതിയിലുണ്ട്. ഒന്നുകിൽ നമുക്ക് ഒരു ആൻസർ കൊടുത്ത് ഒരു നമുക്ക് ഓക്കെ തോന്നുന്ന ഒരു ആൻസർ കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്യണം എന്നുള്ളത് ഫ്ലാഗ് ചെയ്യാം, ഇല്ലെങ്കിൽ ആൻസർ കൊടുക്കാതെയും ഫ്ലാഗ് ചെയ്യാം. ഈ 2 ആയാലും നമുക്ക് ലാസ്റ്റിൽ റെഫർ ചെയ്യാൻ പറ്റും ഒന്നുകൂടെ. അങ്ങനെയാണ്. പിന്നെ എനിക്ക് ടൈം ഇപ്പം ഫസ്റ്റ് ഹാഫ് ഓക്കെ എനിക്ക് ടൈം നല്ലോണം കിട്ടി. സെക്കൻഡ് ഹാഫിൽ ഞാൻ നല്ല ടൈറ്റ് ആയിരുന്നു. ലാസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറ്റിയൊരു സംഭവം വെച്ചാൽ, നമ്മൾ ഈ റിവ്യൂ ചെയ്യും എന്ന് ഏകദേശം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആദ്യമേ ഒരുപാട് ടൈം കളയരുത്. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ ഞാനത് വായിച്ചു നോക്കി അത് ആലോചിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് ലാസ്റ്റ് ഡിസൈഡ് ചെയ്യാം ഓക്കെ റിവ്യൂ ചെയ്യാം, പിന്നെ പോയി ഞെക്കും. ഇത് സംഭവിക്കുന്ന വെച്ചാൽ ലാസ്റ്റ് നമ്മൾ റിവ്യൂവിന് എടുക്കാൻ നേരം നമ്മൾ ആദ്യം വായിച്ചു നോക്കി നമ്മുടെ മനസ്സിലിരുന്ന ആ ഐഡിയ ഒക്കെ ചിലപ്പോൾ അങ്ങ് പോകും. വീണ്ടും നമ്മളിത് വായിച്ചു നോക്കി മനസ്സിലാക്കണം. അപ്പൊ വീണ്ടും അത്രയും ടൈം പോകും. അപ്പൊ റിവ്യൂ ആണെന്നുള്ള ഒരു ഇത് പറഞ്ഞാൽ അപ്പൊ തന്നെ റിവ്യൂ ചെയ്ത് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോണം. ഇല്ലാന്നുണ്ടെങ്കിൽ ടൈം പോകും. എനിക്ക് ലാസ്റ്റില് 2 മിനിറ്റ് ലെഫ്റ്റ് ആയിരുന്നു. എല്ലാം കൈകൾ നേരം ടൈറ്റ് ആയിരുന്നു. എനിക്ക് 10-15 മിനിറ്റ് മുമ്പ് എവിടെ എണീറ്റ് പോയി. എനിക്ക് ഫ്ലാഗ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഞാൻ എന്തെങ്കിലും പ്രസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമാവോ എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഓപ്ഷൻസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ഞാൻ ജസ്റ്റ് അപ്പൊ തന്നെ ചെയ്തും പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്ന് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ പോയിന്റ് പിന്നെയും നമ്മൾ ഇത്രയും ആലോചിക്കണം, അയ്യോ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെ എല്ലാം ആലോചിക്കണം ആ ക്വസ്റ്റിനെ പറ്റിയിട്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ചെയ്ത് പോയി എനിക്കൊരു 10-15 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇതില് ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാം സിറ്റുവേഷൻ ഓറിയന്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഒന്നുപോലെ പിന്നെ കാൽക്കുലേഷൻ ബേസ്ഡ് ഉള്ള 1-2 ഉണ്ടായിരുന്നു. ഒന്നുപോലും ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡയറക്റ്റ് ചോദിക്കുന്ന രീതിയിലൊന്നുമില്ല. നമ്മൾ ഇതിന്റെ ഒരു ടേബിൾ നമ്മൾ പഠിക്കുമല്ലോ, ഇത് അറിയാവുന്നവർക്ക് അറിയാം. ഇതിന്റെ കുറച്ച് ഇൻപുട്ട് ടൂൾസ് ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞ കുറെ സംഭവമുണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യമേ പഠിക്കാൻ ഇതെല്ലാം കാണാപ്പാടം പഠിക്കാൻ പോകും. പക്ഷെ അതൊന്നും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സിറ്റുവേഷനിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണമെന്ന് ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു എഡ്യൂ ഹബ് സ്പോട്ടിന്റെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു. കാര്യം അതിനകത്ത് നല്ല രീതിയിൽ സിറ്റുവേഷൻ ബേസ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റി, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് വരിക. അപ്പോൾ ഞങ്ങൾക്ക് അതും നോക്കിയിട്ട് മറ്റേ PMAയുടെ സ്റ്റാൻഡേർഡ് റിസ്ക് മാനേജ്മെന്റ് ആ PDF കൂടെ രണ്ടുകൂടെ നോക്കിയപ്പോഴത്തേന് എനിവേ ആ ഒരു PDF ആക്ച്വലി നമ്മൾ മെമ്പേഴ്സിന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ.
അത് ഷെയർ ചെയ്യാനും പറ്റത്തില്ല. നേരത്തെ PMB അപ്ലൈ ചെയ്യാൻ നേരം അഞ്ജലിയോട് പലരും ചോദിച്ചു മെറ്റീരിയൽസ് ഷെയർ ചെയ്യുമെന്ന്. കാര്യം അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല, അത് ചോദിക്കണ്ട. കാരണം ഈ PDF-ന്റെ എല്ലാ അടിയിൽ ഞങ്ങളുടെ പേരുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്ത് നമുക്ക് തന്നെ ഇഷ്യൂ ആവും. സോ അത് ഷെയറബിൾ അല്ല. അത് നമ്മൾ എന്തായാലും ഇതിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ PMI മെമ്പർഷിപ്പ് എടുത്തേ പറ്റൂ. അപ്പൊ എന്തായാലും അത് കിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അത് നോക്കി പഠിക്കാം. അതുപോലെ എജു ഹബ് സ്പോട്ട് ആയാലും നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു 1 month, അത് കഴിയുമ്പോഴേക്കും അത് ലോക്ക് ആവും. പിന്നെ നമുക്ക് തിരിച്ച് ആ സൈറ്റിലോട്ട് ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ ഷെയർ കാര്യങ്ങളോ അങ്ങനെ ചെയ്യില്ല. അത് നിങ്ങളായിട്ട് നോക്കുക. ഏതാണ് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ എടുത്ത യുഡമിയിൽ കുറച്ച് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ എവള് PMB ഓൾറെഡി എഡ്യൂ ഹബ് സ്പോട്ടിൽ എഴുതി ഞങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലായത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് തന്നെ റിസ്ക് മാനേജ്മെന്റ് എടുത്തു. ടഫാണ്, നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അത്രയും ടഫായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എക്സാം കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ മോസ്റ്റ്ലി അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, ഞങ്ങൾ അതിന് റിപ്ലൈ ചെയ്യാം. വേറെ ഒന്നുമില്ലല്ലോ. റിസ്ക് മാനേജ്മെന്റിൽ കൂടുതൽ താല്പര്യം സ്പെഷ്യലൈസ് ചെയ്യണം എന്നുള്ളവർക്ക് അതെ നല്ലൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇത് പഠിച്ചിരുന്നാൽ നല്ലതാണ്. നമുക്ക് കുറെ ഒരു നോളജ് കിട്ടും. അതായത് PMP കോട്ട് അത്രയും ടൈം എടുക്കണം. PMP തന്നെയുള്ള ഒരു ചെറിയ പോർഷനാണ് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞങ്ങൾ ഞങ്ങളുടെ ടൈം അനുസരിച്ച് ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, ഓക്കെ, ബൈ.